ബോധ്യപ്പെടുത്താനുള്ള അവസാന ശ്രമവും നമുക്ക് ഒരുമിച്ച് നടത്താം എന്നുള്ളത് നിങ്ങളെ നേരിൽ വന്ന് കണ്ട് പറയാൻ കൂടിയാണ് ഇതിൻ്റെ ഈ സമരത്തിലേക്ക് കടന്നു വരുന്നത്. ഇനി ചെയ്യാനുള്ള കാര്യം അതാണ്. അപ്പൊ നമുക്ക് ഈ സമരത്തിൽ തന്നെ പറയുന്നത് പോലെ നമുക്ക് കളക്ടറെ നമ്മൾ ഒന്നും കൂടെ അത് റീഓപ്പൺ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കാണും. പക്ഷെ ഞാൻ പറയുന്നു, അവർക്കത് അവർ പറഞ്ഞ രേഖാമൂലം ഇത് ആവശ്യമല്ല എന്ന് ഞങ്ങൾ എഴുതി കൊടുത്ത ഞങ്ങള് ഇനി എങ്ങനെയാണ് അത് വേണം എന്ന് എഴുതി കൊടുക്കുന്നത് എന്നാണ് അവർ തിരിച്ചു ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ പിന്നെ എന്തിനാ ഞങ്ങൾ അങ്ങനെ അന്ന് എഴുതി കൊടുത്ത് എന്നുള്ള ചോദ്യം ഞങ്ങൾക്ക് വരും. പ്രൊജക്ട് ഡയറക്ടർ പറയുന്നത് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കാനുള്ള എല്ലാ സുരക്ഷയും സംവിധാനങ്ങളും ഒരുക്കിയിട്ട് ആ സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ അത് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ജോലിയിലെ വീഴ്ചയായിട്ടാണ് അത് റിപ്പോർട്ട് ചെയ്യപ്പെടുക. എനിക്ക് പറയാൻ ന്യായീകരണം. റീജിയണൽ ഓഫീസർ പറയുന്നത് ഞാനും പ്രൊജക്ട് ഡയറക്ടറും ഡിസ്ട്രിക്ട് കളക്ടറും എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായിട്ട് ഇടപെടൽ നടത്താൻ ഞാൻ ചെയ്യില്ല എന്നാണ് അയാൾ പറയുന്നത്. മന്ത്രി 3 തവണ കണ്ടപ്പോഴും നമ്മൾ പറയാനുള്ളത് ശ്രദ്ധയോടെയാണ് കേട്ടത്, അതിൻ്റെ ആവശ്യകതയെ വളരെ താല്പര്യത്തോടെയാണ് കേട്ടത്. എന്നിട്ട് അതിൻ്റെ സാധ്യതകൾ ആരാഞ്ഞ് നമ്മൾ കൊടുക്കുന്ന കത്തിനകത്ത് താഴെത്തട്ടിൽ നിന്ന് റിപ്പോർട്ട് ചോദിക്കുകയും ഒരു തവണ എൻ്റെ മുമ്പിൽ തന്നെ ഇതിൻ്റെ ചുമതലയുള്ള അവിടെയുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി എനിക്ക് അടിയന്തരമായിട്ട് ഇതിൻ്റെ റിപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെടുകയും ആ ആവശ്യപ്പെട്ട റിപ്പോർട്ടിനകത്തും നെഗറ്റീവായി വരുമ്പോൾ ഈ പറയുന്ന 750 മീറ്റർ ഈസ് 1 മിനിറ്റ് എന്നുള്ള ന്യായം ഉദ്യോഗസ്ഥർ എഴുതി കൊടുക്കുന്ന ന്യായം ആണ് അവിടുന്ന് പറയുന്നത്. അപ്പൊ ഈ സാഹചര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങാം. സമരസമിതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിപ്പോ ഞാൻ ജനകീയമായി ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് വന്നിട്ട് നിങ്ങളോട് തെറ്റായൊരു വാക്കോ വാഗ്ദാനോ പറഞ്ഞിട്ട് പോകേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ഘട്ടം ഘട്ടമായി സമരസമിതി കളക്ട്രേറ്റിന്റെ മുമ്പിൽ ധർണയും ശയനപ്രദക്ഷിണവും അനിശ്ചിതകാല നിരാഹാര സമരവും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ യാത്രാ ദുരിതം അത് അറിയിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസിന് കത്തയക്കുന്നതും ഭീമഹരിജി ഗവർണർക്ക്, ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിക്ക്, മുഖ്യമന്ത്രിക്ക് എന്നിവർക്ക് സമർപ്പിക്കുന്നതും ഗവർണറെയും മുഖ്യമന്ത്രിയൊക്കെ MLA-യും MP-യും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റും എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് പോയി കാണുന്നതും ഡൽഹിയിൽ നമുക്ക് യോജിച്ച് ഒരു ശ്രമം അതിനുവേണ്ടി നടത്തുമ്പോൾ അതിൽ സമരസമിതിയുടെ പ്രതിനിധികളെ കൂടെ പങ്കെടുപ്പിച്ചിട്ട് ആ കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതിനും നേതൃത്വം നൽകും, അതിൻ്റെ മുൻകൈ എടുക്കും എന്ന് മാത്രം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ദീർഘമായൊരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ഞാൻ തുടക്കം പറഞ്ഞത് ആവർത്തിക്കുന്നു. ഇതിന് ഇത്രയും ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്നതിൻ്റെ കാരണം ഇത് ന്യായമാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ തന്നെയാണ്. അന്യായമായ ഒരു കാര്യത്തിന് ഈ ജനത ഇങ്ങനെ സംഘടിക്കില്ല. അനീതി ആവശ്യപ്പെടുന്ന ഒരു കാര്യത്തിന് പ്രായമോ സാഹചര്യമോ ഒന്നും നോക്കാതെ ആണും പെണ്ണും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുപോലെ വന്നു ചേരുന്ന ഒരു സമരം ഉണ്ടാവില്ല. ഈ സമരത്തിന്റെ മുഴുവൻ സ്പിരിറ്റും അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ അത് കേൾക്കേണ്ടവരുടെ മുമ്പിൽ കേൾക്കുമെന്ന് ഉറപ്പുവരുത്താനും എത്തിക്കേണ്ടവരുടെ മുമ്പിൽ എത്തിക്കുമെന്ന് ഉറപ്പുവരുത്താനുമാണ് നിങ്ങളുടെയൊക്കെ വോട്ട് കൊണ്ട് ജയിച്ച ഞങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തം എന്നത് ഞങ്ങൾക്ക് അറിയാം. ആ ഉത്തരവാദിത്തം നിറവേറ്റും എന്നുള്ളത് സൂചിപ്പിക്കുന്നു. മാത്രമല്ല ആവർത്തിച്ച് ഞാൻ പറയുന്നു, അങ്ങനെ ഞങ്ങൾ കാണുമ്പോൾ ഇവിടുത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും ഉണ്ടാകും, MLA ഉണ്ടാകും, MP ഉണ്ടാകും, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉണ്ടാകും, മറ്റ് സംവിധാനങ്ങളുണ്ടാകും, സമരസമിതിയുടെ പ്രതിനിധികളും ഉണ്ടാകും. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് അതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കാം. സമരസമിതി പറഞ്ഞ ഈ കാര്യങ്ങൾ കൂടെ അതിൻ്റെ മുമ്പ് നടത്താം. ഈ ആവശ്യം പാർലമെന്റിനകത്തും പുറത്തും പറയേണ്ടവരുടെ മുമ്പിൽ പറയുന്നവരുടെ പട്ടികയിൽ ഞാനും ഉണ്ടായിരിക്കുമെന്ന് ഈ സമരത്തിന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നു. ഇത് ഉദ്ഘാടനം ചെയ്യൽ മാത്രമല്ല ഉത്തരവാദിത്തം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് ഉദ്ഘാടനം ചെയ്യുന്നു. ബാക്കി കാര്യങ്ങൾക്ക് ഫോളോ അപ്പ് ഉണ്ടാകും. പോലീസ് ഈ സമരത്തെ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഇതിനെ നിഷേധിക്കുന്നതിന് പകരം ഈ പറയുന്ന ആവശ്യത്തിലെ ന്യായം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇവർ തയ്യാറാവണമെന്ന് പറഞ്ഞു. കളക്ടറുമായി നിരവധി തവണ സംസാരിച്ചു, പ്രൊജക്ട് ഡയറക്ടറുമായി സംസാരിച്ചു, ഇതിന്റെ റീജിയണൽ ഓഫീസറുമായി സംസാരിച്ചു. റീജിയണൽ ഓഫീസർ പറയുന്നത് പ്രൊജക്ട് ഡയറക്ടറും കളക്ടറും കൂടി എടുക്കുന്ന തീരുമാനത്തിൽ എനിക്ക് ഇടപെടാൻ കഴിയില്ല എന്നുള്ളതാണ്. അയാളോട് മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ അതിൽ ഇടപെടണ്ട, പക്ഷെ ഇവിടെ എങ്ങനെ നാഷണൽ ഹൈവേയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഈ വർക്ക് പുനരാരംഭിക്കുമ്പോൾ ആളുകൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയതിന്റെ ശേഷം അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്താണോ ഞങ്ങൾ അറിയേണ്ടത്? ഞങ്ങളെ ഇന്റിമേറ്റ് ചെയ്യാൻ ഇത് പുനരാരംഭിക്കണമെന്നുള്ളത് അറിയിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ? അല്ല ഞങ്ങൾ അത് ഇങ്ങനെ സെൻസിറ്റീവ് ആയ ഒരു കാര്യമായതുകൊണ്ട് അത് ഞങ്ങൾ പെട്ടെന്ന് നടത്താൻ തീരുമാനിച്ചതാണ്. ഞാൻ പറഞ്ഞു ഞങ്ങളെ അറിയിക്കണ്ടേ? ആളുകൾ ഇഷ്യൂ ഉണ്ടായി പരിക്കേറ്റിട്ട് എന്നെ വിളിക്കുമ്പോഴാണോ ഞാനിത് അറിയേണ്ടത്?
ഞങ്ങളുമായിട്ട് നിങ്ങളോട് ഡിസ്കഷൻ വെക്കണ്ടേ? പുനരാരംഭിക്കാതെ തരവില്ല എന്നുള്ളതെങ്കിൽ അത് നിങ്ങൾ ഞങ്ങളോട് പറയണ്ടേ എന്ന് പറയുന്നതിന് കൃത്യമായിട്ട് ഉത്തരവില്ല. അപ്പൊ ഞാൻ പ്രൊജക്ട് ഡയറക്ടറോട് അന്വേഷിക്കാം. പ്രൊജക്ട് ഡയറക്ടറോട് പറഞ്ഞു, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഹൈവേയിലെ മുഴുവൻ പ്രശ്നബാധിത സ്ഥലങ്ങളിലും ഒരുമിച്ച് വന്ന് സന്ദർശിച്ച ഒരാളാണ് ഞാൻ എഴുതിയ കത്തിനകത്ത് വരെ അന്നത്തെ ആ സന്ദർശനത്തെ സംബന്ധിച്ച് ഞാൻ രേഖാമൂലം കൊടുത്തത് ആ കാര്യങ്ങളിൽ നിങ്ങൾ പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യാമെന്നുള്ള ഉറപ്പ് തന്നിട്ടുണ്ടെന്ന് ഉൾപ്പെടെ എഴുതിയ ഒരാളാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, സാർ ഐ ഹാവ് സീൻ ദാറ്റ് ലെറ്റർ. അപ്പൊ ആ കത്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടും പോസിറ്റീവായ സമീപനം നിങ്ങൾ സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകി എന്ന് മന്ത്രിക്ക് ഞാൻ കത്ത് എഴുതിയത് നിങ്ങൾ കണ്ടിട്ടും ഇതിങ്ങനെ ഞങ്ങളെയൊക്കെ ഇരുട്ടിൽ നിർത്തി ഇത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിനെ സംബന്ധിച്ചുള്ള അനൗചിത്യം അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾക്ക് മുഴുവൻ പ്രൊട്ടക്ഷനും സംവിധാനങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ഇവിടെ ഏർപ്പെടുത്തി തന്നിരിക്കുന്നു. ഇനി ഞാൻ അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും പിന്നെ എന്റെ ജോലിയിലുള്ള വീഴ്ചയായിട്ടും, അതുകൊണ്ട് ഞങ്ങൾക്ക് മേലെന്ന് എന്തെങ്കിലും ഓർഡർ നിങ്ങൾ ആക്കി തരണം. ഞാൻ പറഞ്ഞു, മേലെന്ന് ഞങ്ങൾ ഓർഡർ ആക്കാൻ പരിശ്രമിക്കാം, ഞങ്ങൾ എല്ലാവരും പരിശ്രമിക്കാം. പക്ഷെ മേലെന്ന് ഓർഡർ ആക്കാൻ വേണ്ടി മേലെ പോകുമ്പോ അവർ ചോദിക്കുന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ട് മുഴുവൻ ഇവിടുന്ന് നെഗറ്റീവായിട്ട് ഇവര് മേലേക്ക് കൊടുക്കുകയാണ്. അതിലൊക്കെ ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഇപ്പുറത്ത് തൊട്ടപ്പുറത്ത് ഇതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളായിട്ട് ഇതൊന്ന് റീഓപ്പൺ ചെയ്താൽ, ഇതിങ്ങനെ ഒരു ജനകീയ ആവശ്യമാണെന്നും ഇതിങ്ങനെ നടപ്പിലാക്കി തരണം. അപ്പൊ അവർ പറഞ്ഞു, ഇതിന്റെ റിസോഴ്സസിന് വേണ്ടി വലിയ പ്രശ്നമാണ്, മണ്ണ് കിട്ടാൻ പ്രശ്നമാണ്, കല്ല് കിട്ടാൻ പ്രശ്നമാണ്, അതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഞങ്ങൾ പറഞ്ഞു, ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി മണ്ണും കല്ലും കിട്ടാൻ ഞങ്ങൾ എല്ലാവരും ഇടപെടാം, ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ ഞങ്ങൾ എല്ലാവരും ശ്രമിക്കാം. അതിന്റെ പേരിൽ നിങ്ങൾ ഇത് വേണ്ടാന്ന് വെക്കണ്ട, ഞങ്ങൾ എല്ലാവരും ശ്രമിക്കാം. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ തന്നെ രേഖാമൂലം നെഗറ്റീവായിട്ട് എഴുതി കൊടുത്തൊരു റിപ്പോർട്ടിനെ ഇനി മറിച്ചു കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് തന്നെ കഴിയില്ല, റീഓപ്പൺ ചെയ്യണമെന്ന് അവിടുന്ന് ഇങ്ങോട്ട് മേലോട്ട് താഴോട്ട് വരണം. ഇതാണ് ഇവരുടെ ന്യായം. റീഓപ്പൺ ചെയ്യണമെന്ന് മേലെന്ന് താഴോട്ട് വരണം എന്ന് പറഞ്ഞാൽ എന്താ? അവിടുന്ന് ചോദിക്കുന്നത് ഇവരുടെ റിപ്പോർട്ടാണ്. ഈ കടലാസ് കളിയിൽ അകപ്പെട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടി അത് അനുവദിക്കാതിരിക്കാനുള്ള ഒരു മനസ്സിലാണ് ബന്ധപ്പെട്ട ആളുകൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഈ നിൽക്കുന്ന ജനസമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല. സംസാരിക്കുമ്പോൾ സത്യസന്ധമായി സംസാരിക്കുക. നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് കേൾക്കാനുള്ള തൃപ്തിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്നതിനേക്കാളും അവിടെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് സത്യസന്ധമായിട്ട് പറയൽ തന്നെയാണ് എന്റെ ഉത്തരവാദിത്വം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും ശ്രമങ്ങളിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. ഇപ്പൊ അവസാനം അവർ പറഞ്ഞത്, ഞങ്ങൾ ഈ ജോലി നിർത്തിവെച്ചാൽ, ഞങ്ങൾ ഈ ജോലി ആരംഭിച്ചു വെച്ചാലും ഞങ്ങൾക്ക് മേലെന്ന് റീഓപ്പൺ ചെയ്യാൻ എന്ത് സിഗ്നൽ കിട്ടിയാലും അപ്പോൾ അത് നിർത്തി ഞങ്ങൾ ഇതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നോളാം. ഞാൻ പറഞ്ഞു, അത് നിങ്ങളുടെ ഔദാര്യമൊന്നും അല്ല. മേലെന്ന് അവിടെ നിന്ന് തീരുമാനം വന്നാൽ പിന്നെ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. മേലെന്ന് തീരുമാനം വരുന്നതിന് വേണ്ടി ഞാൻ കളക്ടറോട് സംസാരിച്ചു. ഞാൻ അവസാനം തുറന്നു പറഞ്ഞാൽ തിക്കോടിയെ മാത്രമെങ്കിലും, ഇത്രയും ജനകീയമായ ഒരു പ്രക്ഷോഭവും ഇടപെടലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള നിലക്ക് അവിടെ മാത്രമെങ്കിലും ഒന്ന് റീഓപ്പൺ ചെയ്യുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ഒരു സ്റ്റാൻഡ് എടുക്കണം എന്നുള്ളത് പറഞ്ഞു. ആ സ്റ്റാൻഡ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കളക്ടർ പറഞ്ഞത്, എനിക്ക് ഒരു സ്ഥലത്തിന് മാത്രമായിട്ട് അനുകൂലമായിട്ട് എങ്ങനെയാണ് എനിക്ക് നിലപാടെടുക്കാൻ സാധിക്കുക? എനിക്ക് എല്ലാ സ്ഥലവും ഒരുപോലെ ആയിട്ടല്ലേ എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മറിച്ചൊരു കാര്യം ഞാൻ മാത്രം എങ്ങനെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞതിന്റെ സാരവും കാര്യവും എന്നുള്ളത്, ഇതിപ്പം നമുക്കിങ്ങനെ നടത്തിത്തരാൻ വെമ്പി നിൽക്കുന്ന ആരും ഇതിന്റെ തീരുമാനം എടുക്കുന്നവരുടെ പട്ടികയിലില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഞാനത് മറച്ചു വെക്കുന്നില്ല. ആ യാഥാർത്ഥ്യത്തിനപ്പുറത്തേക്ക് ഈ നിൽക്കുന്ന ജനതയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്, അതിനുവേണ്ടി പരമാവധി പരിശ്രമിക്കുക എന്നുള്ളത് ഞങ്ങൾ ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വവുമാണ് എന്നുള്ളത് എനിക്ക് തിരിച്ചറിയുന്നത്. ഇപ്പൊ എനിക്ക് ഇനി ഇത്രയും ആളുകളുടെ പങ്കാളിത്തം, ഇത്രയും ജനങ്ങളുടെ ആവശ്യം, ഈ പങ്കെടുത്ത ആളുകളുടെ ദൃശ്യങ്ങളും വാർത്തകളും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ സംഭവങ്ങളും കൊണ്ട് നിതിൻ ഗഡ്കരിയെ ഈ സമരസമിതിയുടെ ആളുകളുമായി ചേർന്ന് ഇവിടുത്തെ ജനപ്രതിനിധികൾ, MLA, ജില്ലാ പഞ്ചായത്ത്, മറ്റു പഞ്ചായത്ത് എല്ലാ ജനപ്രതിനിധികളുമായി ചേർന്ന് ഡൽഹിയിൽ പോയി കണ്ട് ഈ വികാരം അവരെ അറിയിക്കാനുള്ള തീയതിയും കുറിച്ച് അതും കൂടെയുള്ള ശ്രമങ്ങളും നമ്മൾ നടത്തി നോക്കുക എന്നുള്ളതാണ്. അതിനു മുമ്പ് ഇതിൽ പറയുന്നത് പോലെ മുഖ്യമന്ത്രിയെ, ഗവർണറെ, സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ, അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ആരെയൊക്കെയാണ് കാണേണ്ടതുള്ളത് അവരെ എല്ലാവരെയും കാണാൻ പോലെ 2 വർഷമായിട്ട് നാടെങ്ങും ഓണം ആഘോഷിക്കുന്ന ഒരു സമയത്ത് പട്ടിണി സമരം നടത്തേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യവും ഈ തിക്കോടിയുള്ള പ്രദേശത്തുകാർക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ജനസമുദ്രത്തെ നമുക്ക് സാക്ഷിയാക്കിക്കൊണ്ട് നിർത്തിക്കൊണ്ട് പറയാൻ സാധിക്കണം, ഈ അടിപ്പാത അത്
ഒരു കിട്ടാത്തത് ഒരു തെറ്റായിരുന്നു. ആ തെറ്റ് തിരുത്താനുള്ള ആർജവത്തോടു കൂടിയാണ് ഇവിടെ ജനങ്ങൾ കടന്നു വന്നത്. ആ ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് പ്രഖ്യാപനം നടത്താൻ സാധിക്കണം. അണ്ടർപാസ് നമുക്ക് തന്നേ മതിയാകൂ എന്നുള്ളത്. ഞങ്ങൾക്കിത് ജീവൻ മരണ പോരാട്ടമാണ്. ആരെയും അട്ടിമറിക്കാനോ അലോസരപ്പെടുത്താനോ ഉള്ളതല്ല. നമുക്ക് വേണ്ടിയും വരും തലമുറക്ക് വേണ്ടിയും നടത്തുന്ന പോരാട്ടമാണിത്. ജനാധിപത്യം പുലരുന്ന നാട്ടിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്. ഞങ്ങളെ സഹായിക്കുക, ഞങ്ങളോട് ഐക്യപ്പെടുക. ഒറ്റക്കെട്ടായി നല്ല ഐക്യത്തോടുകൂടി ശക്തിയോടുകൂടി നമുക്ക് ബദിരകർണങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാം. എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കാനുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. ന്യായമായ ആവശ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ അണിനിരന്നിട്ടുള്ള എല്ലാവരെയും ഊഷ്മളമായി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കണ്ടണമെങ്കിൽ എല്ലാവർക്കും എന്താണ് വാഹന സൗകര്യം ഉണ്ടാവില്ല. നമുക്കറിയാം, വാഹന സൗകര്യം ഇല്ലാത്ത എത്രയോ വീടുകളുണ്ട്, എത്രയോ ആളുകളുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ ചുറ്റിപ്പോകാൻ, നടന്നു പോകാൻ പോലും നമുക്ക് നടപ്പാത പോലും ഇല്ല. ഇങ്ങനെയുള്ളതായ അവസരത്തിൽ അതേപോലെ തന്നെ ഇതിൻ്റെതായ ഈ പ്രവൃത്തിയാണെങ്കിൽ എല്ലാവിധ കൾവേട്ടും അടച്ചുകൊണ്ട് വലിയ പ്രയാസം നേരിടുന്ന രീതിയിലാണ് ഇതിൻ്റെയൊക്കെ വർക്ക് നടത്തിയിട്ടുള്ളത്.